ശ്രീ ഫസൽ ഗഫൂർ, തിരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുന്നതിന് തൊട്ടു മുൻപാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്, പ്രതീക്ഷിച്ചിരുന്നതാണ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന്, കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുമെന്ന്. പക്ഷേ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിനിടയിൽ സാമൂഹികമായും രാഷ്ട്രീയമായും എത്രത്തോളം പ്രതിഫലനം ഉണ്ടാക്കാം? ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഒന്നാമത് തന്നെ യഥാർത്ഥത്തിൽ സബ് ജുഡീസ് ആയിട്ടുള്ളൊരു മാറ്റർ അങ്ങനെ എടുത്തിട്ടു ബി ജെ പി എന്നുള്ള കാര്യം എനിക്കറിയാം. കോടതിയിൽ ഒരുപാട് ഏകദേശം 4-5 കൊല്ലമായിട്ട് ഒരുപാട് കേസുകൾ അവിടെ വാദം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് എടുത്തിട്ടിരിക്കുന്നത്. പാർലമെന്റ് പാസ്സാക്കിയെങ്കിലും നിയമം നടപ്പിൽ വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഒന്ന്. രണ്ടാമത്തെ കാര്യം അതിലുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പോയി കൊത്തിയിട്ട് പ്രതിപക്ഷ കക്ഷികൾ വലിയ ബഹളവും കുഴപ്പമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൂടുതൽ ധ്രുവീകരണ രാഷ്ട്രീയം ഉണ്ടാക്കുകയും അത് ബി ജെ പിക്ക് ഗുണകരമായിട്ട് ചേരുകയും ചെയ്യും എന്നുള്ളതാണ് വിഷയം. അപ്പോൾ അതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ, യഥാർത്ഥത്തിൽ ഇതിലൊരു ജുഡീഷ്യലായിട്ടുള്ള ഒരു വിഷയമാണത്. ഇത് കോടതിയിൽ പാറ്റന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം റോട്ടിൽ പാറ്റന്റ് ആയിട്ടുള്ള ഒരു വിഷയമല്ല. നിങ്ങൾ കാണിച്ച പ്രകാരം തന്നെ ചില സംസ്ഥാനങ്ങൾ ഇത് സ്വീകരിക്കുകയും ചില സംസ്ഥാനങ്ങൾ സ്വീകരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന വിഷയമാണ് ഉണ്ടാകുന്നത്. ഏതായാലും ആ വിഷയത്തിനെ വളരെ ശക്തമായിട്ട് ഞാൻ ഈ CAA നടപ്പാക്കുന്ന എതിർക്കുന്ന ഒരാളും കഴിഞ്ഞ അനവധി സമരവേദികളിൽ പോയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതിന് വേറൊന്നും കൊണ്ടല്ല, ഇതിൽ ഒരു പ്രത്യേക തരത്തിലത് നടപ്പാക്കിയിട്ടില്ല. അതിൽ ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ശ്രീലങ്കൻ തമിഴ് വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ ഹിന്ദുക്കൾ തന്നെയാണ്. ആ ഏറ്റവും പീഡനം അനുഭവിക്കുന്ന ഒരു വിഭാഗം ഇന്ന് ഇന്ത്യക്ക് അപ്പുറത്തായിട്ടുണ്ടെങ്കിൽ അത് ബംഗ്ലാദേശിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ ഒന്നുമല്ല. അവിടെ ബംഗ്ലാദേശിൽ ജനമുണ്ട്. ഓഫ് കോഴ്സ് 10% ഹൈന്ദവ സുഹൃത്തുക്കളുള്ള സ്ഥലമാണ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പീഡനം അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിലെ തമിഴന്മാരാണ്. അതിനെപ്പറ്റി നിരന്തരമായിട്ട് ദ്രാവിഡ മുന്നേറ്റ കഴകം ആ വിഷയം ഉന്നയിച്ചിട്ട് അതിനെ പറ്റിയിട്ട് ഇപ്പോഴും അതിനെ ചേർത്തിട്ടില്ല. അത് ചേർക്കേണ്ടതാണ് ലിസ്റ്റിൽ. അതേമാതിരി തന്നെ ചില ഏരിയകളിൽ പോയിട്ട് ചില ഗിരിവർഗ്ഗക്കാർ, ഉദാഹരണമായിട്ട് കർബി അബ്ലോങ് വിഭാഗത്തിൽപ്പെട്ടവർ, അല്ലെങ്കിൽ മേഘാലയയിലെ ഗാറോ എന്ന് പറഞ്ഞാൽ കോൺട്രാഡ് സംഘടനയുടെ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ വർഗമാണ്, അതായത് ഗോത്രമാണത്. അതേമാതിരി തന്നെയുള്ള മീസോകളുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ചില വിഭാഗങ്ങളെ. അപ്പോൾ അവരെ മാത്രം അതിൽ നിന്ന് ഒഴിവാക്കുകയും മറ്റുള്ള ചിലരെ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്ത് എന്ത് മാനദണ്ഡത്തിന്റെ പേരിലാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ചോദ്യങ്ങൾ നേരത്തെയും ഉയർത്തിക്കൊണ്ടുവന്നതാണ്, ചോദിച്ചതാണ്, പ്രതിപക്ഷം ഉൾപ്പെടെ മുന്നോട്ട് വച്ചതുമാണ്. ഒരു ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ടതുണ്ടോ? ജുഡീഷ്യൽ തീർപ്പ് ഇക്കാര്യങ്ങളിലൊക്കെ അനിവാര്യമാണ് എന്ന് താങ്കളും സൂചിപ്പിച്ചിരുന്നല്ലോ. ഇപ്പോൾ ലീഗ് ഈ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. എത്രത്തോളം സാധ്യതകളുണ്ട് ഇനി അത്തരമൊരു ജുഡീഷ്യൽ പരിശോധനയ്ക്കും ജുഡീഷ്യലായ തീർപ്പിനുമൊക്കെ? അല്ല, ഒരുപാട് സാധ്യതകളുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഭരണഘടന അനുസരിച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 14 അനുസരിച്ച് എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു നിയമമാണ് വരുന്നത്. ലോകത്ത് തന്നെ മാനവരാശി തന്നെ ലോകത്ത് അംഗീകരിച്ചിട്ടുള്ളത് പൊളിറ്റിക്കൽ റിഫ്യൂജി എന്ന് പറഞ്ഞിട്ടുള്ളതിനെ നമ്മൾ തീരുമാനിക്കുമ്പോൾ ആ വ്യക്തിയുടെ മതം നോക്കാറില്ല. അപ്പോൾ ഞാനൊരു പെട്ടെന്ന് 1-2 ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഉദാഹരണമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ഷെയ്ഖ് മുജീബ് പരാജയപ്പെട്ടിട്ട് ഇവിടെ അഭയാർത്ഥിയാവണേ അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മൾ പൗരത്വം നൽകുമോ? യുഗാണ്ടയിൽ നിന്ന് ഹൈന്ദവ സമുദായത്തെ ഒന്നടക്കം ഈദി അമീൻ ആട്ടി ഓടിച്ചു. അവർക്കപ്പോൾ പൗരത്വം കൊടുത്തു. അതേസമയം ദലൈലാമയും കൂട്ടരും ഇവിടെ ഇന്ത്യയിലോട്ട് വന്നു. ചൈനയായിട്ടുള്ള ഏറ്റുമുട്ടലിന്റെ കാലത്ത് അതായത് ആ സമയത്ത് ജവഹർലാൽ നെഹ്റുവും കൂട്ടരും ധർമ്മശാലയിൽ അവർ സ്ഥാപിക്കുകയും അവിടെ സർക്കാർ എക്സൈൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു മതത്തിന്റെ പേരിൽ അഭയാർത്ഥി എന്നുള്ളത് ലോകത്തെവിടെയും ഒരു മതത്തിന്റെ പേരിൽ നമ്മൾ കണക്കാക്കുന്നില്ല, ഒരു വംശത്തിന്റെ പേരിൽ കണക്കാക്കാറുണ്ട്, വംശീയത എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട്. അതല്ലാതെ ഇത്തരത്തിലുള്ള ഒരു നിയമം ഞാൻ എവിടെയും കേട്ടിട്ടില്ല. വരാറുണ്ട്. കാരണം വെച്ചാൽ ഒരു ഉദാഹരണമായിട്ട് പാലസ്തീനിലുള്ള ഒരു കൂടുതൽ പേര് നമ്മൾ അഭയാർത്ഥികൾ എന്ന് പറയുന്നത് മുസ്ലിമുകളാണെങ്കിൽ അവിടെ ക്രിസ്ത്യാനികളുണ്ട് 10% പലസ്തീൻ അഭ്യർത്ഥികളിൽ. അപ്പോൾ അതുകൊണ്ട് നിയമപരമായിട്ടും മാനുഷിക മൂല്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടും ഈ നിയമം പാസ്സാക്കുക. അവിടെ നിന്ന് ആരും വരുമോ ഇല്ല എന്നുള്ളതല്ല, അവിടെ നിന്ന് വരാം. കാരണം ഖാൻ അബ്ദുൽ ഗാഫൂർ ഖാനും കൂട്ടരും അതേമാതിരി അഭയാർത്ഥികളായിരുന്നല്ലോ. പാകിസ്ഥാനിൽ ഒരുപാട് പീഡനം അവർ അനുഭവിച്ചു. അദ്ദേഹം ഖാൻ അബ്ദുൽ ഗാഫൂർ ഖാൻ ഇന്ത്യയിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് ഈ നിയമം നിലനിൽക്കുന്നതല്ല. അത് തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ പോയിട്ട് തള്ളപ്പെടുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അല്പം രാഷ്ട്രീയം കൂടിയുണ്ടല്ലോ, രാഷ്ട്രീയ കാര്യം കൂടിയുണ്ടല്ലോ. ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ, തീരുമാനത്തിലേക്ക് പോകുമ്പോൾ രാമക്ഷേത്രം അടക്കം BJPയുടെ സുപ്രധാനമായ ഇടപെടലുകളിലും തീരുമാനങ്ങളിലും തിരഞ്ഞെടുപ്പിൽ ഇത് ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നതാണ്. കേരളത്തിലടക്കം അത് ഏത് തരത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് താങ്കൾ കരുതുന്നത്? അങ്ങനെ കരുതേണ്ടതുണ്ടോ? അതായത് ഇംഗ്ലീഷിൽ പറയും റെഡ് ഹെറിങ് അറിയാം. അതായത് ശ്രദ്ധ തിരിക്കലായിട്ടുള്ള പരിപാടി. അതായത് ഇപ്പോൾ ഇത് കുറെ കാലമായിട്ട് അവിടെ കിടക്കുന്നതാണ്.
ഇത് സുപ്രീം കോടതി കിടന്നത്. ഇത് പെട്ടെന്ന് ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്നതിന്റെ കാര്യം രണ്ട് കാര്യമാണ്. ഒന്ന്, ഇന്ന് ഇലക്ഷൻ ബോണ്ടിന്റെ കാര്യം പുറത്തുവിടണം നമ്മൾ കർശനമായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതിൽ കോടിക്കണക്കിന് രൂപ ഏതോ കക്ഷി ആയിക്കോട്ടെ, അപ്പുറത്തായാലും ഇപ്പുറത്തായാലും മനസ്സിലായില്ലേ, അവർക്ക് അവിടെ നിയമപരമായ അല്ലാത്ത രീതിയിൽ പണം കിട്ടുന്നതിനുള്ളൊരു സാഹചര്യം ഒരുക്കി ഇലക്ഷൻ ബോണ്ട് എന്നുള്ളത്. രണ്ടാമത്തെ, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷണർ രാജിവെച്ചിരിക്കണം. അതിന്റെ കാര്യം തന്നെ ആയിരിക്കും അറിഞ്ഞൂടാ, എന്തിനാ അദ്ദേഹം രാജിവെച്ചതെന്നുള്ള അറിഞ്ഞൂടാ. അപ്പോൾ അതിനൊരു വ്യക്തതയില്ല. അപ്പോൾ അങ്ങനെ ഇനി നാളെ BJP കാൻഡിഡേറ്റ് ആവാനാണോ അല്ലോ മറിച്ച് പ്രതിഷേധത്തിലാണോ അതൊന്നും അറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമയത്ത് ഇത് കൊണ്ടുവന്നത് തെറ്റായിട്ടുള്ളൊരു നടപടിയായിപ്പോയി. കാരണം ഇനി രാഹുൽ എന്തൊക്കെ പറഞ്ഞാലും ആസാം മുഖ്യമന്ത്രി ഹേമാനന്ദ ബിശ്വ ശർമ്മ അങ്ങനെയല്ലല്ലോ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ NRC നടപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് നരേന്ദ്രമോദി ഇങ്ങനെ പറയും, ഇപ്പുറത്ത് ആസാം മുഖ്യമന്ത്രിമാർ അതിന് മുമ്പുള്ള സർബാനന്ദ് സോനോവാൽ അടക്കമുള്ളവർ നടപ്പാക്കി നോക്കുകയും നടപ്പാക്കി കഴിഞ്ഞിട്ട് അത് പരാജയപ്പെട്ടു. അവർ കൊടുത്തിരുന്ന പബ്ലിസിറ്റി എന്താണെന്ന് വെച്ചാൽ അവിടെ 40 ലക്ഷം പേര് മുസ്ലിങ്ങളുണ്ടെന്നുള്ള മട്ടിലാണ് കൊടുത്തിരുന്നത്. അതിൻ്റെ ഇത് പരിശോധിച്ച് വന്നപ്പോഴാണ് അത് ബംഗ്ലാദേശിൽ നിന്ന് 1971 യുദ്ധകാലത്ത് കുടിയേർപ്പാർത്ത അല്ലെങ്കിൽ അതിനുശേഷം അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം ഇങ്ങോട്ട് വന്നിട്ടുള്ള ഹൈന്ദവരാണ് കൂടുതലെന്ന് അറിഞ്ഞപ്പോഴാണ് NRC വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ NRC വേണ്ടാന്ന് ഒരു ഭാഗത്ത് വെക്കുകയും പിന്നീട് അത് നാളെ കൊണ്ടുവന്ന് ബംഗാളിൽ വേറെ പ്രശ്നമുണ്ട്. മട്ടുവ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്, അവർ ബംഗ്ലാദേശിൽ നിന്ന് വന്നവർ, അവർ ബംഗ്ലാദേശുമായിട്ട് കൂടുതൽ ബന്ധമായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, ഇതെല്ലാനും നമ്മളൊരു രാജ്യത്തിന് വേണ്ടി പോരാടുന്നു, ഹം ഏക് ഹമാര ഏക് എന്നൊക്കെ പറഞ്ഞിട്ട് പോരാടുന്നവർ എല്ലാ സ്ഥലത്തും ധ്രുവീകരണം, മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രമല്ല മറ്റുള്ളവരുടെ ഇടയിൽ തന്നെ ധ്രുവീകരണ രാഷ്ട്രീയമാണ് നടപ്പാക്കുന്നത്. അത് ഗോത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിട വരും. കാരണം ഞാൻ പറഞ്ഞുതരാം, മുഖ്യമന്ത്രി കോൺറാഡ് സംഗമയുടെ ഗാരോ ഇതുണ്ട്, അതിന് പറയും ജയന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ഗോത്രങ്ങളുണ്ട്. അപ്പോൾ അവർ പറയും ഞങ്ങൾ ഉൾപ്പെടുത്തിയില്ല എന്ന് പറയും. അതേമാതിരി തന്നെ ഹൈറ്റേശ്വർ സൈക്യ എന്ന് പറഞ്ഞിട്ടുള്ളത് തായ്ലൻഡിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ആഹോം ഗോത്രത്തിൽ പെട്ടതാ. അപ്പൊ തായ്ലൻഡുകാരനാണ് അദ്ദേഹം. അപ്പൊ ഇനി ഇന്ത്യയിൽ ഒരു ശ്രീലങ്ക എന്ന് നേരത്തെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്.